ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സബ്ട്രാക്ഷൻ ആണ്. സബ്ട്രാക്ഷൻ എങ്ങനെ ചെയ്യാം എന്നതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഞാൻ കുറച്ച് എക്സാമ്പിൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പെട്ടെന്ന് കുറച്ച് ഉദാഹരണങ്ങൾ വെച്ചിട്ട് മനസ്സിലാക്കി തരാം. പൊതുവെ കുട്ടികൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത് രണ്ടക്ക സംഖ്യ, മൂന്നക്ക സംഖ്യകളൊക്കെ വരുമ്പോൾ അതിന് തൊട്ട് മുമ്പത്തെ സംഖ്യയിൽ നിന്ന് എടുത്ത് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോഴാണ് ബുദ്ധിമുട്ട് തോന്നുന്നത്. അല്ലാതെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഒറ്റ സംഖ്യയും രണ്ടക്ക സംഖ്യ ആണെങ്കിലും മുകളിലുള്ള സംഖ്യ വലുതാണെങ്കിൽ അത് എളുപ്പം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതുപോലത്തെ എക്സാമ്പിൾ മുകളിലുള്ള സംഖ്യ ചെറുതാവുമ്പോഴാണ് കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് രണ്ടും ബേസിക് മുതലേ ഈ വീഡിയോയിൽ പറയാം. ഫസ്റ്റ് സിമ്പിളായിട്ടുള്ളത് തന്നെ നോക്കാം. മുകളിൽ 8 ആണ് വന്നിട്ട് 8 - 4. ഇത് എളുപ്പം ചെയ്യാൻ പറ്റും. 4, 5, 6, 7, 8. 8ലേക്ക് 4ഉം കൂടി കൂട്ടിയാൽ 8ലെത്തും. അപ്പോൾ 8 - 4, 4. അതുപോലെ തന്നെ 6 - 3. 3യിൽ നിന്ന് 6ലേക്ക് എത്താൻ ഇനി എത്ര സംഖ്യ കൂടി വേണം? 3 കഴിഞ്ഞിട്ട് 4, 5, 6. 3 ആണ് അപ്പോൾ ആൻസറായിട്ട് കിട്ടുക. ഇതൊക്കെ എളുപ്പമായിട്ട് എല്ലാവരും ചെയ്യും. ഇത് രണ്ടക്ക സംഖ്യ വന്നാലും ഇങ്ങനെ തന്നെ ചെയ്യാം. 4 - 3, 1, 2 - 1, 1. ഇതൊക്കെ എളുപ്പമാണ് എല്ലാവർക്കും. ഇതേപോലെ തന്നെ മൂന്നക്ക സംഖ്യ വരികയാണെങ്കിൽ ഇതേപോലെ തന്നെ മുകളിലുള്ള സംഖ്യയിൽ നിന്ന് താഴെയുള്ള സംഖ്യ കുറച്ചിട്ട് ഇവിടെ എഴുതുക. മുകളിലുള്ളത് വലിയ സംഖ്യ ആകുമ്പോൾ അതിൽ നിന്ന് താഴെയുള്ളത് കുറച്ചിട്ട് ഇവിടെ എഴുതുക. അത് മൂന്നക്ക ആണെങ്കിലും 4 ഡിജിറ്റ് ആണെങ്കിലും ഒക്കെ അതുപോലെ തന്നെ. പിന്നെ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത് ഇതുപോലുള്ളൊരു എക്സാമ്പിൾ വരുമ്പോൾ, അതായത് 644 വലുതാണ്, 366നേക്കാളും വലുതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം മുകളിൽ വലിയ സംഖ്യ എഴുതുക. ഇത് വലുതാണ്, പക്ഷേ ഈ ഓരോ ഡിജിറ്റ്സ് നോക്കുമ്പോൾ 4 6നേക്കാളും ചെറുതല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരു കൺഫ്യൂഷൻ, അതിലാണ് ചെറിയ മിസ്റ്റേക്കൊക്കെ വരുത്തുന്നത്. അപ്പം ഇതെന്ത് ചെയ്യണം? ഈ 4നെ അതിന് മുമ്പ് ഇത് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമുള്ളത് ചെയ്യാം. 22 - 13 ചെയ്യുമ്പോൾ 3നേക്കാളും ചെറുതാണ് 2. പക്ഷെ 22 ടോട്ടലി വലുതാണ് കേട്ടോ. 22 - 13 വലിയ സംഖ്യയാണ് മുകളിൽ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ എഴുതേണ്ടത്. പക്ഷേ ഇങ്ങനെ ഓരോ ഡിജിറ്റ് എടുത്ത് നോക്കുമ്പോൾ 2 ചെറുതാണ് 3നേക്കാളും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? അത് തൊട്ട് മുന്നത്തെ ആളടുത്ത് നിന്ന് 1 നമ്മൾ എടുക്കണം. എടുക്കുമ്പോൾ ഇവിടെ 12 ആവും. അപ്പോൾ ഇവിടെയോ ഇയാളടുത്ത് നിന്ന് 1 പോയല്ലോ, അപ്പം 1 ആവും. ഈ 2ൻ്റെ മുന്നിൽ 1 ഇട്ടതാണ്, അങ്ങനെയാണ് 12 ആകുന്നത്. പക്ഷേ ഇതെന്ത് ചെയ്യണം? 2 - 1 ഇടണം. അപ്പോൾ ഇവിടെ 1 ആവും. അപ്പോൾ 12 - 3 എത്രയാ? 9. 1 - 1 0. 0 ഇവിടെ ഇടണമെന്നില്ല. 9 ആണ് ആൻസർ. അതുപോലെ തന്നെ 4 - 6 ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തൊട്ട് മുന്നത്തെ ആളടുത്ത് നിന്ന് 1 എടുത്തിട്ട് ഇവിടെ 14 ആക്കി. ഇവിടെ 4 - 1 ആണ് വരെ 3. അപ്പോൾ 6, 7, 8, 9, 10, 11, 12, 13, 14. എത്ര കിട്ടി? 8 കിട്ടി. ഇനി 3 - 6 ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം എന്ത് ചെയ്യണം? വീണ്ടും മുന്നിലത്തെ ആളടുത്ത് നിന്ന് എടുക്കണം. 5, 13. 6, 7, 8, 9, 10, 11, 12, 13. 7, 2, 278. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. 302 - 295. ഇത് മുകളിൽ ചെറിയ സംഖ്യയാണ് വന്നത്. അപ്പോൾ ഇതുവരെ ചെയ്ത പോലെ മുന്നത്തെ ആളടുത്ത് നിന്ന് എടുക്കാൻ പറ്റുമോ? ഇല്ല. മുന്നത്തെ ആളടുത്ത് നിന്ന് 0 ഉള്ളൂ. അപ്പം വീണ്ടും അതിൻ്റെ തൊട്ട് മുന്നിലേക്ക് പോകണം. ഇയാളടുത്ത് നിന്ന് എടുക്കുമ്പോൾ ഇത് 2 ആവും, ഇവിടെ 10 ആവും. ഈ 0ൻ്റെ കൂടെ ആ 1 വരും.
എന്നിട്ട് ഇവിടത്തേക്ക് എടുക്കണം, ഇതിൽ നിന്ന് എടുക്കണം. ഇയാൾക്ക് വാല്യൂ ഉണ്ടാക്കിയതിന് ശേഷം ഇതിലേക്ക് എടുക്കണം. ഇയാൾക്ക് ഇപ്പോഴാണ് 10 വാല്യൂ വന്നത്. അപ്പോൾ ഇത് 9, ഇവിടെ 12. 12 മൈനസ് 5 7. 9 മൈനസ് 9 0. 2 മൈനസ് 2 0. അപ്പോൾ 7 ആണ് ആൻസർ. ഇനി അടുത്തത് ഇതും അതുപോലെ തന്നെ 0 ആണ്. അപ്പോൾ 5 കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അടുത്ത ആളടുത്ത് നിന്ന് എടുക്കാനും പറ്റില്ല, ഇതും 0 ആണ്. അപ്പോൾ തൊട്ട് മുന്നേ ഉള്ള ആളടുത്ത് നിന്ന് എടുക്കണം. ഇയാളടുത്ത് നിന്ന് എടുത്തിട്ട് 4 ആക്കി, ഇവിടെ 10 ആക്കി, ഇതിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുമ്പം ഇവിടെ 9, ഇവിടെ 10. 10 നിന്ന് 5 പോയാൽ 5, 9 നിന്ന് 9 പോയാൽ 0, 4 മൈനസ് 2 2.